ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം നവംബർ 28. എന്നോടൊപ്പം നടക്കുക. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2 അധ്യായം 11 കുറേ വർഷങ്ങൾക്കു മുമ്പ് ഒരു സുവിശേഷ ഗായക സംഘം ആലപിച്ച യേശു എന്നോടൊപ്പം നടക്കുന്നു എന്ന ജനപ്രിയ ഗാനം ഹിറ്റ് ചാർട്ടുകളിൽ ഇടം നേടിയിരുന്നു. ആ വരികൾക്കു പിന്നിൽ ശക്തമായ ഒരു കഥയുണ്ട്. ജാസ് സംഗീതജ്ഞനായ കർട്ടിസ് ലുൻഡി കൊക്കൈൻ ആസക്തിക്കുള്ള ചികിത്സാ പരിപാടിയിൽ പ്രവേശിച്ചപ്പോഴാണ് ഗായക സംഘം ആരംഭിച്ചത്. ആസക്തികൾ കടിമകളായ മറ്റുള്ളവരെ ഒരുമിച്ച് കൂട്ടി ഒരു പഴയ ഗാനത്തിൽ പ്രചോദനം ഉൾക്കൊണ്ട് പുനരധിവാസത്തിലുള്ളവർക്ക് പ്രത്യാശയുടെ ഒരു ഗാനമായി അദ്ദേഹം ആ കോറസ് എഴുതി. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനായി പാടുകയായിരുന്നു. ഒരു ഗായക സംഘാംഗം പാട്ടിനെ കുറിച്ച് പറയുന്നു. ഞങ്ങളെ രക്ഷിക്കാനും മയക്കുമരുന്നിൽ നിന്ന് പുറത്തു കടക്കാൻ സഹായിക്കാനും ഞങ്ങൾ യേശുവിനോട് ആവശ്യപ്പെടുകയായിരുന്നു. താൻ പാട്ട് പാടിയപ്പോൾ തൻ്റെ അതികഠിനമായ വേദന ശമിച്ചതായി ഒരുവൾ സാക്ഷ്യപ്പെടുത്തി. ആ ഗായക സംഘം ഒരു കടലാസിലെ വാക്കുകൾ പാടുക മാത്രമായിരുന്നില്ല, വീണ്ടെടുപ്പിനായി ആശയറ്റവരുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുകയായിരുന്നു. ഇന്നത്തെ വായനയ്ക്കുള്ള തിരുവെഴുത്ത് അവരുടെ അനുഭവത്തെ നന്നായി വിവരിക്കുന്നു. ക്രിസ്തുവിൽ നമ്മുടെ ദൈവം എല്ലാ മനുഷ്യർക്കും രക്ഷ നൽകുവാൻ അവതരിച്ചിരിക്കുന്നു. നിത്യജീവൻ ഈ ദാനത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ ആത്മനിയന്ത്രണം വീണ്ടെടുക്കാനും ലൗകിക ആസക്തികളോട് ഇല്ല എന്ന് പറയാനും നമ്മെ ശക്തരാക്കിക്കൊണ്ട് അവനോടൊപ്പമുള്ള ജീവിതത്തിനായി നമ്മെ വീണ്ടെടുക്കാനും ദൈവം ഇപ്പോൾ നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഗായക സംഘത്തിലെ അംഗങ്ങൾ കണ്ടെത്തിയതുപോലെ യേശു നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും മാത്രമല്ല വിനാശകരമായ ജീവിതശൈലിയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. യേശു എന്നോടൊപ്പം നടക്കുന്നു, നിങ്ങളോടൊപ്പവും. സഹായത്തിനായി അവനോട് നിലവിളിക്കുന്ന ഏതൊരാൾക്കൊപ്പവും ഭാവിയെക്കുറിച്ചും ഇപ്പോൾ രക്ഷയെക്കുറിച്ചും പ്രത്യാശ നൽകിക്കൊണ്ട് അവിടുന്ന് നമ്മോടൊപ്പമുണ്ട്. ചിന്തിക്കുക, ഇന്ന് നിങ്ങളിൽ എന്തു മാറ്റമാണ് യേശു വരുത്തേണ്ടത്? അവിടുന്ന് അത് ചെയ്യാൻ തക്കവിധം നിങ്ങൾ എത്രമാത്രം ആശയറ്റ നിലയിലാണ്. ദൈവത്തിന് മഹത്വം.